ഹായ് കൂട്ടുകാരി, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ അഗ്ലോണിമ പ്ലാന്റ്സ് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ചോദിക്കാറുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ്, ഫ്ലവറിങ് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇടാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പ്ലാന്റ്സ് കുറവാണ്, അതാണ് തന്നെ പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം. മാക്സിമം വാട്സപ്പ് ചെയ്യണേ, വിളിക്കാൻ നോക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മുടെ നമ്പർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ പ്ലാന്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ് ഫ്ലവർ പ്ലാന്റ് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്കാണ്, നമ്മളിന്ന് ഇട്ടിട്ടുള്ളതും ബ്ലാക്കാണ് കേട്ടോ. പക്ഷേ വൈറ്റ് ആരുടെയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, കാരണം എനിക്കത് കളക്ട് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇന്ന് സെയിൽ ഇടുന്നത് ഈ ഒരു ഫ്ലവറുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇത് കുറച്ചുകൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ടെൻറ്റക്കിൾസ് പോലെ ഇത് കുറേ നീണ്ട് നിൽക്കും, നല്ല കുറച്ചുകൂടി വലിപ്പം വയ്ക്കും ഫ്ലവറിന്, നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാകും. ഒരേ സമയം രണ്ട് മൂന്നും ഫ്ലവറൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുമുണ്ട്. നല്ല ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്, അതുപോലെ അത്യാവശ്യം മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ഇഷ്ടമുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് തന്നെ കണ്ടല്ലോ, അത് ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച്, വെയിലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ഇട്ടോളൂ കേട്ടോ. കാരണം പ്ലാന്റിൻ്റെ വലുപ്പം കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല വലിയ പ്ലാന്റാണ്. അപ്പം ഈ പ്ലാന്റ് നമ്മളുടെ കയ്യിലൊരു 7 പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. സെയിം മെച്യൂർഡ് പ്ലാന്റ്സ് ആണ്. വെച്ച് അധികം വൈകാണ്ടാണ് നിങ്ങൾക്ക് എന്തായാലും ഫ്ലവർ കിട്ടിക്കുള്ളൂ. ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് കോപ്സിയ വെറൈറ്റിപ്പെട്ടൊരു പ്ലാന്റാണ്. പിങ്ക് കളർ ഫ്ലവറാണ് കേട്ടോ. ഫ്ലവർ ഞാനൊരു റെഫറൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇത് ഞാനിത് വെച്ചിട്ടൊരു ക്ലൈമ്പിംഗ് വെറൈറ്റി പോലെയാണ് കേട്ടോ കയറുന്നത്. ഇത് ഞാൻ ആർച്ച് പോലെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ നിറച്ചിങ്ങനെ പൂവുണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 5-6 പ്ലാന്റ്സാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റിൻ്റെ സൈസും കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. റെഫറൻസിന് വേണ്ടി ഫ്ലവറിങ് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു ഫ്ലവറാണ്. കുറേ പേര് ക്ലൈമ്പിംഗ് ടൈപ്പ് ഫ്ലവറിങ് പ്ലാന്റ് ചോദിക്കാറുണ്ട്, അപ്പോൾ അതിന് പറ്റിയൊരു ഫ്ലവറാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കാരറ്റ് ക്ലോക്ക് വൈൻ ആണ്. ഇത് ഞാൻ അടിമാലി പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇപ്പോൾ അവിടെ നിറച്ച് പൂവിട്ട് നിൽക്കുകയാണ് എല്ലായിടത്തും, ഉള്ള സ്ഥലത്തൊക്കെ നിറച്ച് പൂവിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിറച്ച് മുട്ടയിടുന്നുണ്ട്, പക്ഷെ അത്രയും ചൂട് കാരണമാണ് ആ പ്ലാന്റ് ഫ്ലവർ ഇടാതെ അതിങ്ങനെ വീണ് പോണത്. അതുകൊണ്ടാണ് നിറച്ച് പൂവിടുന്നുണ്ട്, എങ്കിലും ഇങ്ങനെ പന്തൽ പോലെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഇതിന് പറഞ്ഞത് കല്യാണ പന്തൽ എന്നാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. അങ്ങനെ ഇങ്ങനെ അത്രയും തൂങ്ങി കിടക്കുകയാണ്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി ശരിക്കും വീഡിയോ എടുത്താലല്ലേ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഇപ്പം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. കട്ടിങ് അവൈലബിൾ ആണ്, റൂട്ടഡ് അവൈലബിൾ ആണ്. ഇത്തവണ ഞാൻ ഓഫർ റേറ്റിനാണ് കേട്ടോ ഈ പ്ലാന്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ്സാണ് കേട്ടോ ഇത്തവണ കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു ഡൗ ടെയിൽ ഓർക്കിഡ് എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ സിഫീഡിയം എന്ന് പറയുന്നൊരു വെറൈറ്റിയിൽ പെട്ടൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവർ ഞാൻ നമ്മളുടെ അടുത്ത് എപ്പോഴും ഫ്ലവർ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു പ്ലാന്റ് വാങ്ങി വെച്ചതാണ് കേട്ടോ. പക്ഷെ പിന്നെ ഇതിനകത്ത് പെട്ടെന്നാണ് തൈ പൊട്ടുന്നത്. ഞാനൊരു 3-4 തവണ പൂവിട്ടിട്ടുണ്ട്. എപ്പോഴും പൂവിടുന്നുമുണ്ട്, ആ പൂ കുറേ ദിവസം നിൽക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലൊക്കെ കാണാം, നല്ല കൊല കുത്തി വരുന്ന പോലത്തെ പൂവാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, ഇങ്ങനെ കുഞ്ഞു പോലെ. ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് ഏകദേശം ഈ സൈസുള്ളൊരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കണത്. 2 പേര് ചോദിച്ചപ്പോൾ ഞാനിതിൽ നിന്ന് എടുത്ത് കൊടുത്തായിരുന്നു. റൂട്ടഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇത് ഡൗട്ടെയിൽ ഓർക്കിഡാണ്. അപ്പോൾ റെഫറൻസിന് വേണ്ടി ചെറിയൊരു പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റും ചെയ്യാൻ പറ്റും. അത് ഓവർ കെയർ ഒന്നും വേണ്ടാത്ത പ്ലാന്റാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബീച്ച് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. ബീച്ച് സ്പൈഡർ പ്ലാന്റ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. കാരണം ഇത് എപ്പോഴും സെയിലായി പോകുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ നല്ല തൈകൾ, ഫ്ലവർ ഇടാൻ പറ്റിയ സ്റ്റേജിലുള്ള തൈകൾ അവൈലബിൾ ആണ്. അടുത്തത് ഈ ഹെലിക്കോണിയ പ്ലാന്റ്സ് ആണ്. ഹെലിക്കോണിയ പ്ലാന്റ്സും ഒരുപാട് പേര് 5 എണ്ണമൊക്കെ വെച്ചിട്ടൊക്കെ 5 എണ്ണം 10 എണ്ണം വെച്ചിട്ടൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന പ്ലാന്റാണ്. ഇതൊരു റെഡും യെല്ലോവും കൂടി ചേർന്നൊരു ഫ്ലവറാണ്. പിന്നെ ഓറഞ്ച് ഫ്ലവർ ഉള്ളതുണ്ട്, പിന്നെ
യെല്ലോ ഫ്ലവർ ഉള്ളതുണ്ട്. അപ്പോൾ ഈ 3 നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു വെറൈറ്റി നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. ഫ്ലവർ നമ്മുടെ സാധാരണ റെഡ് ഈ ഒരു ഫ്ലവറാണ്, പക്ഷേ വെരിഗേറ്റഡ് ആണ് അതിൻ്റെ ലീവ്സ്. അപ്പോൾ അതും അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഒരുപാടില്ല, എൻ്റെ അടുത്ത് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ, അതെടുത്ത് പറയാമല്ലോ. അപ്പോൾ അതും ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത്. അടുത്തത് നമ്മുടെ ഈ ഒരു തെച്ചിയാണ് കേട്ടോ. ഇത് നമ്മുടെ പിങ്ക് കളർ തെച്ചിയാണ്. നമ്മുടെ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യണതാണ് കേട്ടോ. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിറച്ച് ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഫ്ലവറും കാണിച്ച് തന്നിട്ടുണ്ട്. ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് ഇത്രയൊക്കെയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ഫ്ലവറാണ്, എപ്പോഴും ഫ്ലവർ ഇടുന്നുമുണ്ട്. മിക്കപ്പോഴും നമുക്ക് സെയിലായി പോകുന്ന പ്ലാന്റ്സാണ്. ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5-6 പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനൊരു സെയിൽ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തു എന്നുള്ളൂ. പിന്നെ നമ്മുടെ ഒരു കുങ്ങിണിയാണ് കേട്ടോ, ഒരു യെല്ലോ കളറിലെ. അപ്പം ഇതും കൂടി അവൈലബിൾ ആണ്, ഇതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ചുരുക്കം പ്ലാന്റ്സാണ് ഉള്ളത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സ് ആണ് കേട്ടോ. ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ മിക്ക പ്ലാന്റ്സ് ഞാൻ കഴിഞ്ഞ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ ഒട്ടുമിക്ക പ്ലാന്റ്സ് സെയിലായി പോയായിരുന്നു. അപ്പോൾ ഇപ്പം ചോക്ലേറ്റ് കളറിൽ 2 റെഡ് കളറിൽ ഒരു 6 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മളിത് ഓഫർ റേറ്റിനാണ് കേട്ടോ ഇടുന്നത്. കാരണം മറ്റേതെല്ലാം ഞാൻ റേറ്റ് കുറവിനാണ് സെയിൽ ആയവർക്ക് എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഓഫർ റേറ്റിനാണ് കേട്ടോ ഇടുന്നത്. അപ്പം മിനിയേച്ചറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്, അതാദ്യം പറയാമല്ലോ. അത് ഈ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതും ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ള പ്ലാൻസ്. ഇന്നത്തെ സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.